നീ എന്താ ഇവിടെ? നീ എൻ്റെ കൂടെ ഗേറ്റ് കോച്ചിങ്ങിന് വന്നിട്ടാ? എടാ, ഗേറ്റ് കോച്ചിങ്ങിനൊക്കെ വന്നിട്ട് ഞാൻ എന്ത് കാണിക്കാനാണ്? അത് ശരി, നീയല്ലേ പറഞ്ഞ് വൃത്തിയായിട്ട നാട്ടിൽ നിന്ന് മാറിക്കണമെന്ന്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിനക്ക് എങ്ങനെ UK പോകാൻ പറ്റിയില്ലെങ്കിൽ ഈ ഗേറ്റ് സ്കോർ വെച്ചിട്ട് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാൻ പറ്റും. എനിക്കാണെങ്കിൽ റൂം ഷെയർ ചെയ്യാൻ ഒരാൾ പോകും. എവിടെയാണിത്? കൊച്ചിയിലാണ്? കൊച്ചിയിലാ? ഹൈദരാബാദാണ്. ഹൈദരാബാദാ? തനുഷ ക്ലാസ്സിൽ കിടന്നുറങ്ങാൻ. എവരിബഡി ലിസൺ, നോ വൺ സ്ലീപ്പ് ഇൻ മൈ ക്ലാസ് എക്സെപ്റ്റ് സച്ചിൻ. കിടന്നോ? ഒന്ന് പോ സാറേ, ഒന്ന് കണ്ട തെലുങ്കന്മാരെ ഹിന്ദിക്കാരുടെ മുമ്പിൽ മനുഷ്യനെ നാണം കെടുത്തിട്ട് ഇപ്പൊ കമ്പനി അടിക്കാൻ വന്നേക്കും. അട്ടാച്ചിന്റെ കല്യാണത്തിന് വരൂലേ? ഫുഡൊക്കെ നമ്പറിന് വെച്ചേക്കണേ, വേസ്റ്റ് ചെയ്യാൻ പറ്റൂല. കണ്ടപ്പോ തന്നെ ഭയങ്കര ഇഷ്ടമായടാ. അങ്ങോട്ട് തുറന്ന് സമ്മതിക്ക്. സിംഗിളായ മതിയായിരുന്നു. അതവള് സിംഗിളാണ്. അങ്ങനെ മനസ്സിലായി? അവള് കണ്ണ് കണ്ടാലും അറിയാം. കണ്ണ് കണ്ടല്ലോ? അങ്ങനെ കണ്ണ് കണ്ടാലും അറിയാടാ. അല്ലടാ, ഞാൻ സീരിയസ് ആയിട്ട് അറിയാൻ പാടാത്തോണ്ട് ചോദിക്കലാണ്, എങ്ങനെയാണ് ഈ കണ്ണ് കണ്ട് പിടിക്കണത് സിംഗിളാണെന്ന്? ഇത് വല്ലാത്ത തൊന്തരവായില്ലടാ. കണ്ണ് കണ്ടാലും അറിയാടാ. അത് പണ്ട് മുതലൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. നീ ഹൽദിയാണ്. റീനുവിനെ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ സച്ചിനെ, നിനക്ക് നാളെ എന്താന്നുള്ള പ്ലാനെങ്കിലും ഉണ്ടോ? എടാ, നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമോടാ നാറി. ഞാൻ തൂറി എറിയുന്നില്ല. നടന്നാ മതിയോ കൂട്ടുകാരാ? ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? അതെ, അതിനെക്കുറിച്ച് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. ഈ അൺമാരീഡിൽ നിന്നും മാരീഡിലേക്ക് മാറാൻ ഒരൊറ്റ യെസ് മതി. ആ പെൺകുട്ടി ഇപ്പം എൻ്റെ തൊട്ടു മുമ്പിലിരുന്ന് എനിക്ക് CV റെഡിയാക്കി തന്നുകൊണ്ടിരിക്കുക. ഓ, ഐ സി. നീ എന്നെ പ്രപ്പോസ് ചെയ്താണോ ഇപ്പൊ കേട്ടെ? കേട്ടിട്ട് എന്തോ നീ? എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വേർസ്റ്റ് പ്രപ്പോസൽ ആണെന്ന് തോന്നുന്നു. സച്ചിൻ, അമൽ, അവന്മാരാണ് നമ്മുടെ ടാർഗറ്റ്. അവന്മാരുടെ 2 കൈ 2 കാലും തല്ലി പിടിച്ച് എതിരാളിയുടെ കണ്ണിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്താൽ മതി, അവൻ നിലം പരിശ.